PM ശ്രീ പ്രോജക്ടിന്റെ ഒരു നടപടി ആരംഭിച്ചിട്ടില്ല. ഇവിടെ PM ശ്രീ പ്രോജക്ടിന്റെ ഒരു നടപടി ആരംഭിച്ചിട്ടില്ല. PM ശ്രീ പദ്ധതിക്ക് കേരളത്തിന് ഫണ്ടും വേണ്ട, കിട്ടിയാലോട്ട് വാങ്ങാതിരിക്കുകയില്ല. കാരണം PM ശ്രീ പ്രോജക്റ്റിൽ പറയുന്നതിനേക്കാൾ എത്രയോ ദൂരെയാണ് നമ്മുടെ സ്കൂളുകളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു നടപടി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇവിടെ പ്രശ്നം എന്താ? അതിന്റെ പേരിൽ SSK അടക്കമുള്ള മറ്റ് പ്രോജക്റ്റുകൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ തടഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. PM ശ്രീ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ആരംഭിച്ചിട്ടേ ഇല്ല. ഇവിടെ ഈ മറ്റ് വകുപ്പുകളും അവരൊക്കെ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് PM ഉഷ എന്ന പേരിൽ 5 വർഷത്തേക്ക് 405 കോടി രൂപ അനുവദിച്ചു. ഇതിൽ 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റുമാണ്. അവർ 3 ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് MOUവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ യാതൊരു മാറ്റത്തിനും തയ്യാറാകാതെ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ച അതേ MOUവിൽ തന്നെ ഒപ്പിട്ട് ഇപ്പോൾ കാശ് വാങ്ങി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷിഭൂമിയിൽ കിട്ടിയിട്ടുള്ളത് രാഷ്ട്രീയ കൃഷി വികാസ് യോജന 873.84 കോടി രൂപ കിട്ടിയതാണ്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതി. PM ശ്രീ പദ്ധതിയും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. PM ശ്രീ എന്നൊരു പേര് വീണെന്ന് മാത്രമേ ഉള്ളൂ. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അത് 10 വർഷത്തിനുള്ളിൽ 488.14 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന 10 വർഷത്തിനുള്ളിൽ 41.53 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി സ്കീം 7.55 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. PKVY ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി 77.18. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ 10 വർഷത്തിനുള്ളിൽ 196.144 കോടി. ദേശീയ ഭക്ഷ്യസുരക്ഷാ മിഷൻ 3.76 കോടി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 1.7 കോടി. നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽസ്